ബംഗളൂരു നഗരത്തിൽ രാത്രി ഉറക്കമൊഴിച്ച് പണിയെടുക്കുന്ന ഒരമ്മയുടെയും മകളുടെയും ജീവിതത്തിലേക്കാണ് ഇനി നമ്മൾ ക്യാമറ ചലിപ്പിക്കുന്നത്. മലയാളികളായ ഇവരുടെ വരുമാന മാർഗം പുലർച്ചെ വരെ പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടയാണ്. ഫിലോമിനയുടെയും മകൾ ഫെബയുടെയും അധ്വാനത്തിന് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു ലക്ഷ്യമുണ്ട്. ബംഗളൂരു നഗരത്തിലെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലാണ് മലയാളിയായ ഫിലോമിനയുടെ തട്ടുകട. വൈകിട്ട് 7 മണിക്ക് തുടങ്ങിയാൽ പുലർച്ചെ 3 മണി വരെ നീളും. മകൾ ഫെബയാണ് അമ്മയ്ക്ക് കൂട്ട്. കോളേജ് പഠനം കഴിഞ്ഞാണ് ഫെബ അമ്മയെ സഹായിക്കാൻ എത്തുന്നത്. ഫിലോമിനയ്ക്കും ഫെബയ്ക്കും മനസ്സിൽ ഉറച്ച ലക്ഷ്യമുണ്ട്. കുടുംബത്തിന്റെ അത്താണിയായ ഫെബയുടെ പിതാവ് ഇമ്മാനുവൽ പാതി ശരീരം തളർന്ന് ചികിത്സയിലാണ്. വേദികളിൽ വിസ്മയം തീർത്ത ഗിത്താറിസ്റ്റായിരുന്നു ഇമ്മാനുവൽ. ആ കൈകൾക്ക് വീണ്ടും ചലനമുണ്ടാക്കാനായി മെച്ചപ്പെട്ട ചികിത്സ നൽകണമെന്നാണ് ലക്ഷ്യം. അതിനായി എത്ര കഷ്ടപ്പാടിനും ഇവർ തയ്യാറാണ്. ഇതിലൂടെ വല്ലതും കിട്ടിയാലേ നമുക്ക് ജീവിക്കാനും പറ്റത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ എല്ലാം നമ്മുടെ വാടകയിലൊക്കെയാണ് നമ്മൾ ഇവിടെ കഴിയുന്നത്. അത് കാരണം വെച്ച് ഇതാണ് നമ്മുടെ ജീവിത മാർഗം. അപ്പോൾ ഇതിൽ നിന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നയിക്കാൻ പറ്റത്തുള്ളൂ. മോളാണ് ഇപ്പോൾ എനിക്ക് ആമ്പിളരില്ലാത്തതാണെന്ന് വെച്ചാൽ മോളേ ഉള്ളൂ. എല്ലാത്തിലും അവളെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. കിടപ്പിലായിരുന്ന ഇമ്മാനുവലിന്റെ ആരോഗ്യനിലയിൽ നല്ല മാറ്റമുണ്ട്. പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നതിനായി വിദഗ്ധ ചികിത്സ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കുടുംബം. ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 ബംഗളൂരു. ഈശ്വരനെ പ്രസാദിപ്പിക്കാനും കടുത്ത വർഗീയത പറഞ്ഞ ആളുകളെ ബുദ്ധിമുട്ടിക്കാനും ശ്രമിക്കുന്ന ആളുകൾ ഇത്തരം ദുരന്തം പേറുന്ന മനുഷ്യരെ സഹായിക്കാൻ പഠിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം.